കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയുടെ തംബ്നെയിൽ ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ടാണ്. ഇത് വായിച്ചിട്ട് ഞാൻ അന്തം വിട്ടുപോയി. അതിൽ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ്: സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരം അവസാനിപ്പിക്കുന്നു, സഫാരി ചാനൽ അടച്ചുപൂട്ടാൻ പോകുന്നു, ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതേവരെ ഞാൻ പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ പോലുമില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ഞാനിതാ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, ഞാനിതാ എൻ്റെ സഞ്ചാരം അവസാനിപ്പിക്കുന്നു, ഇതാ സഫാരി ചാനൽ അടച്ചുപൂട്ടാൻ പോകുന്നു, സാമ്പത്തിക പ്രതിസന്ധി മൂലം ഞാൻ നട്ടം തിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതെപ്പോൾ ഞാൻ പറഞ്ഞു? എവിടെ പറഞ്ഞു? നിങ്ങളൊരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒന്നിനെ, നിങ്ങളൊരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒന്നിനെ നിങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി അവതരിപ്പിച്ച് യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ചില വിദ്വാൻമാരുടെ അഭ്യാസങ്ങളാണിതൊക്കെ. ഏറ്റവും രസകരമായ കാര്യം, ഇതിൻ്റെ ഈ തംബ്നെയിലും ഈ ഹെഡിങ്ങും മാത്രം വായിച്ചിട്ട് ഇത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ടെന്നുള്ളതാണ്. കുറച്ചേറെ ആളുകൾ എന്നെ പലയിടത്തും വെച്ച് കാണുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ സഫാരി നിർത്താൻ പോവാണോ? നിങ്ങൾ സഞ്ചാരം അവസാനിപ്പിക്കാൻ പോവാണോ? നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണോ? ലോകത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന, വികസിച്ച വളർന്ന നാടുകളുടെ മാതൃകകൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന, സങ്കുചിത ബോധമില്ലാത്ത, മതതീവ്രവാദമില്ലാത്ത, മതത്തിൻ്റെ പേരിൽ അന്യനെ ദ്രോഹിക്കാനും വിദ്വേഷം നടത്താനും തയ്യാറല്ലാത്ത ഒരു തലമുറയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. എൻ്റെ ചില യാത്രകളിലെ അനുഭവങ്ങളിലൂടെ ഞാൻ മധ്യേഷ്യയിലേക്ക് അല്ല മറ്റ് ചില നാടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ മുസ്ലിം സമുദായം, മുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് തന്ന സ്വീകരണത്തെക്കുറിച്ചൊക്കെ ഞാൻ വാചാലനാകുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ വരും. ഇയാൾ മുസ്ലിം പ്രീണനം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ ഗുജറാത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ പട്ടേലിൻ്റെ ആ കൂറ്റൻ പ്രതിമ കണ്ട് ഇത്തരം നിർമ്മിതികളും നമ്മുടെ നാടിന് വേണം, ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിർത്താൻ കഴിയുന്ന നിർമ്മിതികൾ ഈ രാജ്യത്തിന് വേണം, താജ്മഹൽ പോലെ, ബുർജ് ഖലീഫ പോലെ മറ്റ് പുതിയ കാലത്തിൻ്റെ നിർമ്മിതികളും ഇന്ത്യക്ക് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ചിലരതിൻ്റെ അടി കമൻ്റ് ഇട്ടു, ഇയാൾ സംഘപരിവാറുകാരനായി മാറിക്കഴിഞ്ഞു. ഗുജറാത്തിൻ്റെയും മധ്യപ്രദേശിൻ്റെയും ഒക്കെ ഉൾനാടുകളിലെ ദാരിദ്ര്യത്തിൻ്റെ യഥാർത്ഥ കാഴ്ചകളിൽ സഞ്ചരിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഇയാൾ ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ നടക്കുന്നയാളാണെന്ന്. 10-28 വർഷങ്ങളായി ലോകയാത്ര നടത്തി വികസിച്ച മനസ്സുമായിട്ട് ഈ സങ്കുചിതത്തിനൊക്കെ അപ്പുറം ജീവിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ പറഞ്ഞ സങ്കുചിതത്വത്തിന്, ഈ പറഞ്ഞ ചുരുങ്ങിയ മനസ്സിനൊക്കെ അപ്പുറത്തേക്ക് വികസിച്ച് കഴിഞ്ഞവരാണ് നമ്മളുടെ ഈ സമൂഹം എന്ന്, സഫാരിയുടെ പ്രേക്ഷകരെന്ന്. അപ്പം നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം, നമ്മുടെ സഞ്ചാര കഥകളിലേക്ക്. ഞാൻ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ഒരു യാത്ര നടത്തി. നമുക്കറിയാം, പഴയ യുഗോസ്ലാവിയ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തെക്ക് കിഴക്കൻ യൂറോപ്പിലെ കുറേയേറെ ചെതറിക്കിടന്ന രാജ്യങ്ങളെല്ലാം ചേർത്ത് മാർഷൽ ടിറ്റോ എന്നൊരു നായകൻ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു, യുഗോസ്ലാവിയ എന്ന ഒരു സോവിയറ്റ് രാജ്യം. എന്നാൽ ടിറ്റോയുടെ മരണത്തോടുകൂടി 1980കളുടെ അവസാനമായപ്പോഴേക്കും ഈ രാജ്യങ്ങൾ തമ്മിത്തല്ലി അടിച്ചു പിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതെല്ലാം പിന്നീട് 1992-93 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും വ്യത്യസ്തമായ രാജ്യങ്ങളായി മാറി. അതിൽ പല രാജ്യങ്ങളിലും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. സെർബിയ അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യം, ക്രൊയേഷ്യ മറ്റൊരു രാജ്യം, സ്ലൊവേനിയ മറ്റൊന്ന്, മോണ്ടിനീഗ്രോ വേറൊന്ന്, നോർത്ത് മാസിഡോണിയ മറ്റൊരു രാജ്യം. ഇങ്ങനെ ചെതറിപ്പോയ 5-6 രാജ്യങ്ങളിലെ നമ്മൾ ഇതുവരെ സന്ദർശിക്കാത്തൊരു രാജ്യമായിരുന്നു ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് നമ്മൾ ഒരു എയർ അറേബ്യ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാർജയിൽ നിന്ന് പറന്നുയർന്ന വിമാനം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. 3 മണിക്കാണ് എയർ അറേബ്യ വിമാനം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. 3 മണി കഴിഞ്ഞ സമയത്ത്, പുലർച്ചെ ഈ 3 മണി കഴിഞ്ഞ സമയത്ത് കൊച്ചിയിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഒരു 1 മണി 12:30 ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തണം. പാതിരാത്രിക്ക് 12:30 എത്തണമെങ്കിൽ ആ രാത്രിയിൽ പിന്നെ ഉറക്കം നടക്കില്ല. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് എയർപോർട്ടിലെത്തണമെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. പിന്നെ മറ്റൊരുക്കങ്ങൾ, ഓഫീസിലെ തിരക്കുകളൊക്കെ കാരണം ഈ ദിവസം മാത്രമല്ല, എൻ്റെ തലേ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എയർ അറേബ്യ ഒരു ബജറ്റ് എയർലൈനാണ്. അതിൽ ബിസിനസ് ക്ലാസ്സോ മറ്റ് ഫെസിലിറ്റികളോ ഒന്നുമില്ല. നമുക്ക് ഏറ്റവും മുമ്പിലെ സീറ്റിലിരിക്കുന്നതിന് കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ ലെഗ് സ്പേസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എയർ അറേബ്യയിലെ ജീവനക്കാരും അവൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ഇത്തരം യാത്രകൾ എനിക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. പക്ഷേ അത്തവണ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് ഫുള്ളായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പരിഗണനയൊന്നും എനിക്ക് തരാൻ പറ്റിയില്ല. ചിലപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ തൊട്ടടുത്ത് 2 സീറ്റുകൾ ഒഴിവാക്കിയിട്ട് തരും.
അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം പറന്നുയർന്നു കഴിഞ്ഞ് എനിക്ക് ഈ 3 സീറ്റുകളുടെ കൈവരികൾ ഹാൻഡ് റെസ്റ്റ് നിവർത്തി വെച്ചിട്ട് നിവർന്ന് കിടന്നുറങ്ങാം. ഒരു ബിസിനസ് ക്ലാസ്സിലെ ഒരു ഫ്ലാറ്റ് ബെഡ് പോലെയായ ഒരു സീറ്റിൽ കിടന്ന് നമുക്ക് അങ്ങ് ഉറങ്ങാം. ഇത്തവണ അത് നടന്നില്ല. അതുകൊണ്ട് നല്ല ഉറക്കച്ചടോടെ ആയിരിക്കുന്നത്. അപ്പം ഷാർജയിൽ നിന്ന് പറന്നുയർന്ന് അധികം താമസിയാതെ തന്നെ ഞാൻ സീറ്റിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ ഒരു ഗുണമുണ്ടായി, എൻ്റെ തൊട്ടടുത്ത സീറ്റ് ഫ്രീ ആണ്. 3 സീറ്റുകളുടെ ഒരു നിരയിൽ അങ്ങേയറ്റത്തെ അയൽ സീറ്റിൽ ഒരാളിരിപ്പുണ്ട്. ഒരു സെർബിയൻ പൗരനാണ്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പിന്നെ വിൻഡോ സീറ്റിൽ ഞാനിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സെർബിയൻ പൗരൻ, ഞാൻ പറഞ്ഞല്ലോ അയാളെ ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, അദ്നാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. ഞാൻ ഷാർജയിൽ നിന്ന് കയറിയതാണ്. ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ വേണമെങ്കിൽ പുറകിലൊരു സീറ്റ് ഒഴിവുണ്ട്, അവിടെ പോയി ഇരുന്നോളാം, നിങ്ങൾ നിവർന്ന് കിടന്നോളൂ. ഞാൻ എൻ്റെ ഇത്രയേറെ വർഷങ്ങളിലെ വിമാനയാത്രകളിൽ ഇങ്ങനെ ഔദാര്യപൂർണ്ണമായിട്ടൊരാൾ പെരുമാറുന്ന അനുഭവം ആദ്യമായിട്ടാണ്. ഞാൻ നന്ദി പറഞ്ഞു. ഇദ്ദേഹം പുറകിലെ സീറ്റിൽ ഒഴിവുണ്ടായിരുന്നൊരു സീറ്റിൽ പോയിരുന്നു. ഞാൻ ഈ ഹാൻഡ് റെസ്റ്റുകൾ മുകളിലേക്ക് നിവർത്തി വെച്ചിട്ട് നിവർന്ന് കിടന്ന് ഉറങ്ങി. നല്ലൊരുറക്കം. ഒരു 3.5-4 മണിക്കൂറോളം ഉറങ്ങി. ഈ ഷാർജയിൽ നിന്ന് ബോസ്നിയയുടെ തലസ്ഥാനമായ സരയാവോയിലേക്ക് ഏകദേശം 5.5 മണിക്കൂർ ഫ്ലൈയിങ് ടൈമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഉണർന്നെഴുന്നേറ്റ് താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഭൂപ്രകൃതിയാണ്. നമ്മൾ ബോസ്നിയയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറയുന്ന മനോഹരമായ രാജ്യം. ആകാശത്ത് നോക്കുമ്പോൾ അതിസുന്ദരമാണ്, അതിമനോഹരമാണ്. മലകൾ, താഴ്വരകൾ, മലകളിൽ നിറയെ വൃക്ഷങ്ങൾ, നല്ല പച്ചപ്പ്, അതിനിടയിലൂടെ ഒഴുകുന്ന നദികൾ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങൾ. ഈ ഗ്രാമങ്ങളൊക്കെ ചുവന്ന ഓടിട്ട മേൽക്കൂരയുള്ള വീടുകൾ നിറഞ്ഞ ഗ്രാമങ്ങളാണ്. അത് ആകാശത്ത് നോക്കുമ്പോൾ അതിമനോഹരമാണ്. നമ്മുടെ ആകാശത്ത് നിന്ന്, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ ആകാശത്ത് നോക്കുമ്പോൾ ഗ്രാമങ്ങളിൽ പലതും പലതരത്തിലാണ്. ചിലത് ചതുരപ്പെട്ടികൾ പോലുള്ള വാർത്ത കോൺക്രീറ്റ് ചെയ്ത വീടുകൾ, മറ്റു ചിലത് ഷീറ്റ് മേഞ്ഞത്, തകര ഷീറ്റും അലുമിനിയം ഷീറ്റും ഒക്കെ മേഞ്ഞത് ഒക്കെ ആണെങ്കിൽ, ഈ ബോസ്നിയയുടെ ഗ്രാമങ്ങളെല്ലാം ചുവന്ന ഓടിട്ട മേൽക്കൂരയോട് കൂടിയതാണ്. അത് ഈ പച്ചപ്പിൻ്റെ നടുവിൽ ഇത്തരം ഗ്രാമങ്ങൾ കാണുമ്പോൾ അതിമനോഹരമാണ്. ഞാൻ ഈ ബോസ്നിയയുടെ തലസ്ഥാനത്തേക്ക് ചെന്നിറങ്ങുമ്പോൾ ഒരു ധൈര്യത്തിലായിരിക്കുന്നത്. എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ കിട്ടിയതിന് രസകരമായൊരു കഥയാണ്. ഞാൻ ഏത് യാത്രയ്ക്ക് മുമ്പ് തനിച്ചുള്ള യാത്രകളിൽ ആ നാട്ടിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും. അതിന് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ ടൂർ ഗൈഡ് വിത്ത് കാർ അല്ലെങ്കിൽ കാർ വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡ്രൈവർ എന്നൊക്കെ പല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കും. അത് ബോസ്നിയയിൽ അല്ലെങ്കിൽ സരയാവോ പ്ലസ് ഈ വേർഡും കൂടി അടിച്ചു കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ആളുകളുടെ റെഫറൻസ് നമ്പറുകളൊക്കെ കിട്ടും. അപ്പോൾ അവരുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിലേക്ക് നമ്മൾ സന്ദേശം അയക്കും, ഒരു മെയിൽ അയക്കും, അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും. ഞാൻ ഇന്നയാളാണ്, ഒരു ടെലിവിഷൻ പരിപാടി ചിത്രീകരിക്കാൻ വേണ്ടി വരികയാണ്, എനിക്ക് അവിടെ ചില ഫെസിലിറ്റികൾ ആവശ്യമുണ്ട്, എനിക്ക് കാർ വേണം 4 ദിവസത്തേക്ക് അല്ല 5 ദിവസത്തേക്ക്, കൂടാതെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഡ്രൈവറെ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഗൈഡും കാറും കൂടെ കിട്ടിയാലും വേണ്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് അയക്കും. ചിലർ തിരിച്ച് മെസ്സേജ് നമുക്ക് തരും. എന്നിട്ട് അവരുടെ ഫീസ് എത്രയാണെന്ന് പറയും. അപ്പോൾ നമ്മളത് സംസാരിച്ച് അതൊരു ധാരണയിലെത്തിക്കഴിഞ്ഞാൽ അവർ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാനുണ്ടാവും, കാറുമായിട്ട് വരും എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ പല രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ഇൻ്റർനെറ്റിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ടുണ്ട്, ടൂർ ഗൈഡുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ, നമ്മുടെ ഷോട്ടയൊക്കെ പോലുള്ള പലരെയും കിട്ടിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ബോസ്നിയയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പും ഇത്തരത്തിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കുറേയേറെ നമ്പറുകൾ കിട്ടി. അപ്പോൾ അതിലൊരാൾ എനിക്ക് കൃത്യമായിട്ട് മറുപടികൾ തന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കെനാൻ എന്നാണ്. എല്ലാവരും കെൻ എന്നാണ് വിളിക്കുന്നത് അത്രേ. എന്നെ നിങ്ങളും കെൻ എന്ന് വിളിച്ചാൽ മതി. എല്ലാ മെസ്സേജിൻ്റെ അടിയിൽ കെൻ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് നിങ്ങളെ തന്നെ വേണം, പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫീസ്? കാരണം എനിക്ക് പോകേണ്ട റൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു. സരയാവോ എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിൽ വന്നിറങ്ങും. പിന്നെ അവിടെ നിന്ന് പല ദിശകളിലേക്ക് ഓരോ ദിവസം നമുക്ക് യാത്ര ചെയ്യണം. കെന്നിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഈ വ്ളോഗിങ് ഒക്കെ. അദ്ദേഹം അത് ആരംഭിച്ചിട്ടില്ല, വലിയ സ്വപ്നങ്ങളുണ്ട്. അതിനുവേണ്ടി ചില ക്യാമറയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ സന്ദേശങ്ങളിലൂടെ എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഫീസ് എത്രയാണ്? ഒരു ദിവസം 150 യൂറോയും എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയും, അത് എത്രയാണോ പെട്രോൾ അത്രയും പൈസയും തന്നാൽ മതി. പിന്നെ എൻ്റെ ഫുഡും കൂടെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് വലിയ തുകയാണ്. 150 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000-16,000 രൂപ വരും. പിന്നെ പെട്രോൾ അടിക്കുന്ന പൈസ വേറെ. അവിടുത്തെ പെട്രോളിൻ്റെയൊക്കെ വില എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇത്തിരി കൂടുതലാണ്. ലോകത്ത് ഒരിടത്തും ഞാൻ ഇത്രയേറെ പൈസ കൊടുത്ത് ആരെയും കൂടെ കൂട്ടിയിട്ടില്ല. അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ നടന്നപ്പോൾ കെന്ന് എൻ്റെ മുമ്പിലൊരു ഓഫർ വെച്ചു. ശരി, നിങ്ങളൊരു പണി ചെയ്യുക, അടുത്ത 3-4 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കുകയല്ലേ, ഈ സമയം കൊണ്ട്
എന്നെ ഈ വീഡിയോഗ്രാഫി ഒന്ന് പഠിപ്പിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കഥ പറയേണ്ടതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ 150 യൂറോ എന്നുള്ളത് ഞാൻ 100 യൂറോ ആക്കി കുറയ്ക്കാം. 100 യൂറോയും പിന്നെ എനിക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൂടെ ഞാനും ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ഒന്ന് കൊടുത്തേക്കണം. പിന്നെ രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പം പെട്രോൾ വീണ്ടും അടിക്കണം. അങ്ങനെ റീഫില്ല് ചെയ്യുമ്പോൾ എത്രയാണോ അടിക്കേണ്ടി വരുന്നത് അതിൻ്റെ തുക തന്നാൽ മതി. അപ്പോൾ കണക്കൂട്ടാൻ എളുപ്പമാണല്ലോ. ശരി, സമ്മതിച്ചു. അപ്പോൾ ഈ കെന്ന് എയർപോർട്ടിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആശങ്കയൊന്നുമില്ല. ഒരു സുഹൃത്തുണ്ട്, എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നാളെ മുതൽ യാത്ര ചെയ്യാം. അങ്ങനെ വിമാനം താഴ്ന്ന് പറന്ന് സരയോയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നേരം ഒരു 2:30-3 മണിയൊക്കെ ആയി. പുറത്ത് അധികം വിമാനങ്ങളൊന്നുമില്ല. കുവൈറ്റ് എയർവേസിൻ്റെ ഒരു വിമാനം ഒറ്റ കിടക്കുന്നുള്ളൂ. പുറത്തേക്ക് നടക്കുമ്പോൾ ഞാനും തിരിഞ്ഞു നിന്നു. അതിനാൻ വരണം, അതിനാനോട് നന്ദി പറയണം. സുഖകരമായൊരു ഉറക്കം എനിക്ക് തന്നത് അദ്ദേഹമാണ്. ഞാൻ നന്ദി പറഞ്ഞു. ആ നന്ദി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. ഇത്തരം രാജ്യങ്ങളിലെ ഇത്തരം മനുഷ്യരൊക്കെ എത്ര ഹൃദ്യമായിട്ടാണ്, എത്ര സാഹോദര്യത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ പുറത്തേക്ക് നടന്നു. എയറോ ബ്രിഡ്ജിലൂടെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ചെന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. US വിസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടുത്തെ വിസ വേണ്ട, ആ വിസ കാണിച്ചാൽ മതി. US വിസ കാണിച്ചാൽ മതി. അത് പരിശോധിച്ചിട്ട് നമ്മളെ ഈ രാജ്യത്തേക്ക് സ്വീകരിക്കും. വേറൊരു തടസ്സങ്ങളുമില്ല. അങ്ങനെ ഞാൻ ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു, കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു, പുറത്തേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പേരെഴുതിയ കാർഡുമായിട്ട് ഒരാൾ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കെന്നാണോ? അല്ല, ഞാൻ ഹാറൂണാണ്. ഞാൻ കെന്നിൻ്റെ ഒരു സുഹൃത്താണ്. കെന്നിന് ഒരു ചെറിയൊരു എമർജൻസി വന്നു, അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. അതുകൊണ്ട് എന്നോട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഹോട്ടലിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ കെൻ കൂടെ ഉണ്ടാവും. ഇത്തിരി കഴിയുമ്പോൾ ഞാൻ കെന്നെ വിളിച്ചു തരാം, കെന്നുമായിട്ട് സംസാരിക്കാം. ഏതായാലും നിങ്ങൾ വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. നഗരത്തിൻ്റെ ഏതാണ്ട് ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടുന്ന് കിഴക്കോട്ട് നേരെ നീണ്ടു കിടക്കുന്നൊരു വഴിയുണ്ട്. ഒരു 10 കിലോമീറ്റർ നീളമുള്ള ഒരു നല്ല ഹൈവേയാണ്. ഈ റോഡിലൂടെ നേരെ പോയാൽ നമ്മൾ നഗരഹൃദയത്തിലേക്ക് എത്തുന്നത്. സരയേവോ എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് എത്തും. ഈ ഹൈവേയിലൂടെ വണ്ടി ഓടുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത് 3 കൊല്ലക്കാലം 1992 മുതൽ 95 വരെ ഈ നഗരം അനുഭവിച്ച യാതനയുടെ കഥകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുഗോസ്ലാവിയ എന്നൊരു ഒറ്റ രാഷ്ട്രമായിരുന്നു. പിന്നീട് വംശീയപരമായും മതപരമായും ഒക്കെ വിഘടിക്കപ്പെട്ട് മാർഷൽ ടിറ്റോ എന്ന ഭരണാധികാരിയുടെ മരണത്തിന് ശേഷം ഈ രാജ്യങ്ങളെല്ലാം ചെതറിപ്പോയി. 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അക്കാലത്ത് ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞ പ്രദേശത്ത് വസിച്ചിരുന്നത്. ഇപ്പോഴും അവരൊക്കെ തന്നെ ഉണ്ട് അവിടെ. അതിൽ ഏറ്റവും പ്രബലമായൊരു വിഭാഗം ബോസ്നിയാക്കുകളാണ് തനി ബോസ്നിയൻ മനുഷ്യർ. അവർ വലിയൊരു ശതമാനവും അല്ലെങ്കിൽ മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ്. ക്രൊയാട്ടുകൾ എന്ന് പറയുന്ന മറ്റൊരു വംശജരുണ്ട്, ക്രൊയേഷ്യൻ വംശജർ. അവരും ഈ ഭൂപ്രദേശത്ത് വലിയൊരു സംഖ്യയുണ്ട്. ഒരു 10-15% ക്രൊയാട്ടുകളും ഈ രാജ്യത്തുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടർ സെർബുകളാണ്. സെർബിയയാണ് ഈ യുഗോസ്ലാവിയൻ പ്രദേശത്തെ ഏറ്റവും പ്രബല ശക്തി. സോവിയറ്റ് യൂണിയനിൽ റഷ്യയുടെ സ്ഥാനമാണ് ഈ യുഗോസ്ലാവിയയിൽ സെർബിയയ്ക്കുണ്ടായിരുന്നത്. അത്ര പ്രാധാന്യമാണ്. അപ്പോൾ ഈ 3 കൂട്ടരും തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധമായി, പൊരിഞ്ഞ അടിയായിരുന്നു ഒരു കാലം മുഴുവൻ. അപ്പോൾ സെർബിയയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഉൾപ്പെടുന്ന പ്രദേശം കൂടെ സെർബിയയുടെ ഭാഗമാക്കണം, അതിനെയും കൂടെ കീഴടക്കണം. അങ്ങനെ സെർബിയയുടെ ഭാഗമാക്കി വിശാലമായൊരു രാഷ്ട്രമാക്കി ഇതിനെ മാറ്റണം. ബാക്കി ഭാഗമൊക്കെ അടിച്ച് പിരിഞ്ഞ് പോയെങ്കിലും ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ പ്രദേശത്തെ പിടിച്ചടക്കണമെങ്കിൽ എന്താ വേണ്ടേ? അവരുടെ തലസ്ഥാനം പിടിക്കണം. ബാക്കി ഭൂഭാഗം എല്ലാം പിടിച്ചടക്കി 92-ൻ്റെ ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും. എന്നിട്ട് ഈ സരയേവോ നഗരം പിടിച്ചടക്കാൻ വേണ്ടി സരയേവോ നഗരത്തിൻ്റെ ചുറ്റുമുള്ള മലനിരകൾ മുഴുവൻ ഇവർ പിടിച്ചടക്കി. അവിടെ മുഴുവൻ സെർബിയൻ പട്ടാളം നിറഞ്ഞു. അവരുടെ പീരങ്കികളും മിസൈലുകളും ഷാർപ്പ് ഷൂട്ടർമാരായ തോക്കുധാരികളുമൊക്കെയായി മലകൾ നിറഞ്ഞ് ഏതാണ്ട് 3 വർഷം ഈ നഗരത്തെ ഇവർ ഉപരോധിച്ചു. ഏതാണ്ട് 4 ലക്ഷത്തോളം മനുഷ്യർ ഈ നഗരത്തിൽ ഒറ്റപ്പെട്ടു. അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം വരാതായി, ആയുധങ്ങളില്ല, അവർക്ക് ഗതാഗത സംവിധാനങ്ങളില്ല. 3 വർഷം, ഏതാണ്ട് 1500 ദിവസങ്ങളോളം ഈ മലകളിൽ സെർബിയൻ പട്ടാളം നിരന്നു നിന്ന് ഇവരെ ഉപരോധിച്ചു. ആ കാലഘട്ടത്തിൽ ആയിരങ്ങളും 10,000ങ്ങളാണ് കൊല്ലപ്പെട്ടത്. തെരുവിലേക്ക് ഭക്ഷണം വാങ്ങാൻ ഒരു കടയിലേക്ക് ഇറങ്ങിയാൽ, ജോലി സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയാൽ, വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങിയാൽ ഈ മലനിരകളിൽ കാത്തു നിൽക്കുന്ന ഷാർപ്പ് ഷൂട്ടർമാർ ഇവരെ വെടിവെച്ചിടും. അങ്ങനെ ദിവസവും നിരവധി ആളുകൾ കൊല്ലപ്പെട്ട നാളുകൾ. വളരെ ദുരിതത്തിൻ്റെ ഒരു കഥയാണ് ഈ സരയേവോ എന്ന് പറയുന്ന നഗരത്തിനുള്ളത്. അതിൽ നിന്ന് പിന്നീട് UN ഇടപെട്ടു, ലോകരാജ്യങ്ങൾ ഇടപെട്ടു. ഒടുവിൽ സെർബിയയ്ക്ക് പിന്മാറേണ്ടി വന്നു. സെർബിയയുടെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയെ തുറുങ്കിലടച്ചു. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. സ്ലൊബോദാൻ മിലോസെവിച്ച് എന്ന ആ ഭരണാധികാരി തുറുങ്കിൽ കിടന്ന് മരണമടയുകയും ചെയ്തു.
അതൊരു വലിയ കഥ. ഈ കഥയൊക്കെ ഓർത്തിരിക്കെ നമ്മൾ ഈ നദീതീരത്ത് കൂടി ഓടി ലാറ്റിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ചരിത്രമുള്ള പാലത്തിൻ്റെ സമീപത്തേക്ക് എത്തി. ഈ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ്, അതിലേക്ക് പിന്നെ വരാം. ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നഗരത്തിൻ്റെ ഉള്ളിലെ ഒരു തെരുവിലെയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിലേക്ക് എത്തി. ഓപ്പൽ ഹോം എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൽ ഹോം ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ആയതുകൊണ്ട് വലിയ വലിപ്പമുള്ള മുറികളൊന്നുമല്ല, വലിയ കെട്ടിടവുമല്ല, ഒരു ചെറിയ കെട്ടിടം. അതിലൊരു നിലയിൽ ഒരു 4-5 മുറികൾ വീതമുള്ള ഒരു 4-5 നിലയുള്ള ഒരു ഹോട്ടൽ. പക്ഷേ വൃത്തിയുള്ള, ഭംഗിയുള്ള, നല്ല വെടിപ്പുള്ള ഒരു ഹോട്ടൽ. ഞാൻ റിസപ്ഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരാളുണ്ട്. അവിടെ ഇരിക്കുന്നയാൾ എന്നെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു, നല്ലൊരു ചിരിയോടെ സ്വീകരിച്ചു. എൻ്റെ മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മുറിയിലേക്ക് ചെന്നു. ചെറിയ മുറിയാണ്, സിംഗിൾ റൂമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ റൂമിന് 5000 രൂപയാണ് ഒരു രാത്രിക്ക്. ഒന്ന് കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ സരയോവയെ എക്സ്പ്ലോർ ചെയ്യണം. ഇന്നൊരു ദിവസമാണ് പ്രധാനമായിട്ട് ഈ നഗരത്തിൽ ഞാനുള്ളത്. നാളെ മുതൽ ഈ രാജ്യത്തിൻ്റെ ഉൾനാടുകളിലേക്ക് പോകണം, ഗ്രാമങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി ഈ നദീതീരത്തേക്ക് തന്നെ ചെന്നു. എൻ്റെ ഹോട്ടലിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ലാറ്റിൻ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആ ലാറ്റിൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ആദ്യം നടന്നു ചെല്ലുന്നു. ഈ ലാറ്റിൻ ബ്രിഡ്ജ് എന്ന് പേര് വരാൻ കാര്യം, ഈ പരിസരങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ റോമൻ കാത്തലിക്സ് ആയിട്ടുള്ള ആളുകൾ വസിച്ചിരുന്നു. അവരെ ലാറ്റിൻ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ പാലത്തിന് ലാറ്റിൻ ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. ഈ രാജ്യം തന്നെ, ഈ ബോസ്നിയ ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. റോമൻ ചിന്തകൾ, റോമൻ വിശ്വാസങ്ങൾ, റോമൻ ആരാധനയൊക്കെ നടന്നിരുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം ബൈസൻറ്റൈൻ യുഗം ആരംഭിച്ചു. ഈ ബൈസൻറ്റൈൻ കാലഘട്ടത്തിൽ ഇത് പ്രദേശം മുഴുവൻ ക്രിസ്ത്യാനികളുടെ പ്രദേശമായിരുന്നു. പിന്നീട് ഓട്ടോമൻ തുർക്കികൾ ഈ പ്രദേശം കീഴടക്കി. അവരെ മുഴുവൻ നിർബന്ധിതമായിട്ടും അല്ലാതെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഈ പ്രദേശത്തെ വലിയൊരു ശതമാനം ആളുകൾ മുസ്ലിംസായി മാറി. ഓട്ടോമൻ തുർക്കികളുടെ ഭരണത്തിന് ശേഷം ഈ പ്രദേശം ആസ്ട്രോ ഹംഗേറിയൻ ഒരു ഭരണത്തിൻ്റെ കീഴിലായി. ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന യൂറോപ്പിനെ ഒരു കാലം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവരും മാറി. ഈ ഓസ്ട്രിയ ഹംഗറിയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ബോസ്നിയയെ അവരിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പും പ്രവർത്തനവും, നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെപ്പോലെ തന്നെ അവിടെ സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1914 ജൂൺ മാസത്തിൽ ഒരു ദിവസം ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡും ഭാര്യ സോഫിയയും ഈ സരയോവ സന്ദർശിക്കുന്നത്. അവർ ഞാനീ നടക്കുന്ന സ്ട്രീറ്റിലൂടെ ഒരു വലിയൊരു ഘോഷയാത്ര പോലെ അനുചരന്മാരാലൊക്കെ അനുധാവനം ചെയ്യപ്പെട്ട് ഒരു ഘോഷയാത്ര പോലെ കടന്നു പോകുമ്പോൾ ഞാനിപ്പോൾ പോയി നിൽക്കുന്ന ഈ ലാറ്റിൻ ബ്രിഡ്ജിൻ്റെ മുന്നിലെത്തുമ്പോഴാണ് ഗാവ്രിലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു ബോസ്നിയക്കാരൻ ഇവർക്ക് നേരെ വെടിവെക്കുന്നത്. വെടിവെച്ച് തൽക്ഷണം നമ്മുടെ ആർച്ച് ഡ്യൂക്ക് അവിടെ വെച്ച് മരിക്കുകയാണ്. ഭാര്യയും അവിടെ വെച്ച് തന്നെ മരിച്ചു. ആ വാഹനത്തിൽ നിന്ന് തന്നെ മരിക്കുന്നു. വലിയ പ്രശ്നമാകുന്നു. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അവിടെ വെച്ചാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഞാനീ നിൽക്കുന്ന ഈ ലാറ്റിൻ ബ്രിഡ്ജിൻ്റെ മുന്നിൽ ഞാനീ നിൽക്കുന്ന അതേ സ്പോട്ടിൽ ആർച്ച് ഡ്യൂക്കും ഭാര്യയും വധിക്കപ്പെട്ട ആ നിമിഷത്തിലാണ് 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ബോസ്നിയക്കാരൻ, ഈ സ്വാതന്ത്ര്യ പോരാളി വെടിവെച്ച് കൊന്നപ്പോൾ ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ആ വലിയ രാഷ്ട്രത്തിൽ ആ നിമിഷം തന്നെ ആ രാഷ്ട്രം പ്രഖ്യാപിച്ചു, ഇതിൽ സെർബിയക്കാർക്കും പങ്കുണ്ട്, സെർബുകൾക്കും പങ്കുണ്ട്, അതുകൊണ്ട് സെർബിയയ്ക്ക് നേരെ ഇതാ ഞങ്ങളിപ്പോൾ യുദ്ധം ആരംഭിക്കുന്നുവെന്ന്. അടുത്ത ദിവസങ്ങളിൽ ഈ 2 ചേരികളിലായിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും ഒത്തുചേർന്നു. ഓസ്ട്രിയ ഹംഗറിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി. അങ്ങനെ അടുത്ത 4 വർഷം ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീകരമായ യുദ്ധത്തിന് തുടക്കമായി. 1-ാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന യുദ്ധം. അങ്ങനെ ചരിത്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്പോട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ എൻ്റെ സരയോവയിലെ അല്ലെങ്കിൽ ഈ ബോസ്നിയയിലെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളിലേക്ക് സഞ്ചാരത്തിൻ്റെ ക്യാമറയുമായിട്ട് ഞാൻ പോയി നിൽക്കുമ്പോൾ ആ വഴിയിലൂടെയൊക്കെ ചരിത്രം കുളമ്പടി നാദമായിട്ട് കടന്നു പോയതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ പരിപാടികൾ തുടങ്ങുക. അവിടെ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ അവിടെയെല്ലാം ഓരോ സ്ഥലത്തും ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗാവ്രിലോ പ്രിൻസപ്പ് തോക്ക് ചൂണ്ടി വെടിവെച്ചത്. ആർച്ച് ഡ്യൂക്കിൻ്റെ വാഹനം അപ്പോൾ ഇവിടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഭടന്മാരുടെ വാഹനം ഇവിടെയായിരുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത്, ഇവിടെ വെച്ചാണ് അദ്ദേഹം വീഴുന്നത്. ഇങ്ങനെയെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷത്തെ അവിടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഇത് കാണാൻ, ഫോട്ടോ എടുക്കാനും നിരവധി ആളുകൾ അവിടെയുണ്ട്. ഇതൊക്കെ ചിത്രീകരിച്ച് കഴിഞ്ഞിട്ട് ഇനി നഗരത്തിൻ്റെ, പഴയ നഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് നടക്കണം. അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ നദീതീരത്ത് നിന്ന് ഇത്തിരി ഉള്ളിലേക്ക് കയറി നടക്കണം. ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ അതിഗംഭീരമായ ആഘോഷത്തിൻ്റെ ഒരു തെരുവെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാനീ പോകുന്ന വഴിയോരത്തൊന്നും മനുഷ്യരില്ല, ടൂറിസ്റ്റുകളില്ല. ഞാൻ വിചാരിച്ചു ഇത് ഓഫ് സീസണാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ.
അപ്പോൾ ഈ തെരുവിലേക്ക് കയറുമ്പോൾ, ഈ പഴയ നഗരത്തിൻ്റെ തെരുവിലേക്ക് കയറുമ്പോൾ ഈ തെരുവിൻ്റെ നിലത്ത് മുഴുവൻ കല്ല് വിരിച്ചിരിക്കുകയാണ്. വെണ്ണക്കല്ല് വിരിച്ച സുന്ദരമായൊരു പാത. നമുക്കതിൽ കിടന്ന് ഉറങ്ങാൻ തോന്നും. ഓരങ്ങളിൽ ഓടകളില്ല, പൊട്ടിയ സ്ലാബുകളില്ല, ഇലക്ട്രിസിറ്റി പോസ്റ്റുകളില്ല, കറണ്ട് കമ്പുകൾ തലങ്ങും വിലങ്ങും പോകുന്നില്ല, പോസ്റ്ററുകളില്ല, ബാനറുകളില്ല, ടെലഫോൺ പോസ്റ്റുകളില്ല, വൃത്തികേടാക്കുന്ന ഒന്നുമില്ല. രണ്ട് വശങ്ങളിൽ 2 നിലയുള്ള സുന്ദരമായ കെട്ടിടങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷവും മരം കൊണ്ട് പണിത കെട്ടിടങ്ങൾ, നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള കെട്ടിടങ്ങൾ. അതിലെല്ലാം അതിഗംഭീരമായ റെസ്റ്റോറൻറ്റുകൾ. ചിലതിൽ കരകൗശല വസ്തുക്കളും സുവനീറുകളും സമ്മാനങ്ങളും പലഹാരങ്ങളും വിൽക്കുന്ന കടകൾ. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ഒരു വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ, ഒരു ജംഗ്ഷൻ തിരിഞ്ഞ് കഴിയുമ്പോൾ അതാ 100 കണക്കിന് ആളുകൾ, സന്ദർശകർ, പാശ്ചാത്യ സന്ദർശകരും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്ന സന്ദർശകരും കൊണ്ട് നിറഞ്ഞ തെരുവുകൾ. അവിടെ പഴയകാലത്തെ 1555 പണിത ഒരു വലിയ ചന്തയുണ്ട്, ഒരു കവേർഡ് മാർക്കറ്റ്, അതായത് മേൽക്കൂരുള്ളൊരു ചന്ത. ആ ചന്തയ്ക്കകം ഒരു കാലത്തെ ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായിരുന്നു. വിദേശ നാടുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിറ്റിരുന്നൊരു ചന്ത. 1555 ശേഷം ഇന്നുവരെ അത് സജീവമായി പ്രവർത്തിക്കുന്നു. വീണ്ടും അങ്ങനെ ചെല്ലുമ്പോൾ ഒരു സുന്ദരൻ മോസ്ക്, അതിമനോഹരമായ പുരാതനമായൊരു മോസ്ക്, ഗാസി ഗുസറേവ് മോസ്ക്. ഞാൻ അതിനകത്തേക്ക് കയറി, അകത്ത് ചെന്ന് ചിത്രീകരിച്ചു. ഇതിൻ്റെ മുറ്റത്ത് വലിയൊരു ഫൗണ്ടനുണ്ട്, ശുദ്ധജലം പ്രവഹിക്കുന്ന ഒരു ഫൗണ്ടൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് ഈ ഫൗണ്ടൻ. കുന്നിൻ ചെരുവിൽ നിന്ന് അങ്ങ് അകലെയുള്ള മലനിരകളിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ടുവന്ന് ഏത് സമയത്ത് ശുദ്ധജലം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫൗണ്ടൻ. അതിൽ നിന്ന് ആളുകൾ പോയി വെള്ളം ശേഖരിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ആ വെള്ളം കുടിച്ചാൽ വീണ്ടും ഈ രാജ്യത്തേക്ക്, ഈ നാട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് ഒരാൾ വരുമെന്നാണ് വിശ്വാസം. ഈ മോസ്കിന് വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട്. ലോകത്താദ്യമായിട്ട് വൈദ്യുതീകരിച്ച മോസ്കിത. അങ്ങനെ ആ മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്നു. അതിമനോഹരങ്ങളായ തെരുവുകൾ, എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാത്ത സുന്ദരമായ സ്ട്രീറ്റുകൾ. ഈ സ്ട്രീറ്റിൻ്റെ 2 വശങ്ങളിലും പലഹാരക്കടകൾ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, സുവനീർ കടകൾ, സമ്മാനക്കടകൾ ഇങ്ങനെ നിരന്ന് പോകുന്നു. അത് അടുത്തതിലും ഇത് തന്നെ, വീണ്ടും ഇത് തന്നെ. ഇങ്ങനെ നടന്ന് നമ്മൾ മടുക്കും. ഈ സ്ട്രീറ്റുകളിലൂടെ എല്ലാം വിദേശ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്ന തെരുവുകൾ കാണുമ്പോൾ തന്നെ എന്തൊരു ഊർജ്ജമാണെന്നറിയാമോ? ചിലർ പറയും വിജനമായ ഗ്രാമങ്ങളല്ലേ നല്ലത്. എനിക്കങ്ങനെയല്ല. ആളും അനക്കവും ഇല്ലാത്ത ഒരു തൃശ്ശൂർ പൂരം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു ഉത്സവപ്പറമ്പ്, ഒരു ആഘോഷത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളടമായിരിക്കണം. നാനാജാതി മതസ്ഥർ, 4 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, ഇവരെല്ലാം ഒന്നു ചേർന്ന് ഇങ്ങനെ ഒഴുകുന്ന ഒരു തെരുവ് എത്ര ഗംഭീരമായൊരു അനുഭവമാണെന്നറിയോ? അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഫീല് കിട്ടുക. അങ്ങനെ ഞാൻ നടന്ന് ഒരു പ്രധാന സ്ക്വയറിലേക്ക് എത്തുകയാണ്. ആ സ്ക്വയറിൻ്റെ പേര് ബാഷ്ചാർഷ്യ സ്ക്വയർ എന്നാണ്. ബാഷ്ചാർഷ്യ സ്ക്വയർ പറയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ സ്ക്വയറിൻ്റെ നടുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നിലം മുഴുവൻ വെണ്ണക്കല്ല് വിരിച്ചിരിക്കുകയാണ്. ആ സ്ക്വയറിൽ ജനം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്തൊരു ഫൗണ്ടനുണ്ട്, മരം കൊണ്ട് പണിതൊരു ഫൗണ്ടൻ, കൂറ്റനൊരു ഫൗണ്ടനാണ്. അതാണ് പ്രധാന കേന്ദ്രഭാഗം. അതിന് ചുറ്റും 2 നിലയുള്ള ട്രഡീഷണലായ മന്ദിരങ്ങൾ. മേൽക്കൂര ഓടുമേഞ്ഞതാണ്, 2 നിലയാണ്, മരമാണ് പ്രധാനമായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന സ്ക്വയർ. ഈ സ്ക്വയറിലേക്കാണ് ആളുകൾ ഈ പല തെരുവുകളിലൂടെ നടന്നു വരുന്നത്. സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറയും. ഇതിൻ്റെ ഓരങ്ങളിലും അതിമനോഹരങ്ങളായ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളെല്ലാം റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും പലഹാരക്കടകളും ഭക്ഷണക്കടകളും ഒക്കെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ മനുഷ്യർ സഞ്ചരിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന മട്ടിലാണ്. ഈ അത്രയേറെ റെസ്റ്റോറൻറ്റുകളാണ്. ഈ എല്ലാ റെസ്റ്റോറൻറ്റിലും മനുഷ്യർ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് കലാകാരന്മാർ സംഗീതോപകരണങ്ങൾ വായിക്കുന്നു, പെർഫോമൻസുകൾ നടത്തുന്നു. അത് ആസ്വദിക്കുന്ന ആളുകൾ, അവർക്ക് പൈസ കൊടുക്കുന്ന ആളുകൾ. ഒരു ഭാഗത്ത് പ്രാവുകളുടെ വലിയ കൂട്ടം, പ്രാവിന് തീറ്റ കൊടുക്കുന്ന ആളുകൾ, ഇതിനിടയിലൂടെ കളിച്ച് നടക്കുന്ന കുട്ടികൾ. അതിഗംഭീരമായൊരു അനുഭവമാണ്. സരയോവയിലേക്ക് വരുമ്പോൾ, ഈ ബോസ്നിയയിലേക്ക് വരുമ്പോൾ, ഈ ദുരന്തത്തിൻ്റെ കഥകളുള്ള ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്ര സജീവമായ ജീവിതവും ആഘോഷങ്ങളുള്ളൊരു നാട്ടിലേക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി, കൊതിച്ചുപോയി. ഇതുപോലെ ഒരു പട്ടണമെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചുപോയി. ഇത്ര വൃത്തിയോടെ, ഇത്ര സാംസ്കാരിക തനിമയോടെ, ഇത്ര പോസിറ്റീവായ എനർജി പുറത്തേക്ക് തരുന്ന, ചെല്ലുന്ന ആളുകളെയും അത്ഭുതപ്പെടുത്തുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ നഗരമെങ്കിലും, വേണ്ട ഒരൊറ്റ തെരുവെങ്കിലും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. ശരിക്കും ഫുഡ് സ്ട്രീറ്റുകൾ വേണം, നൈറ്റ് ലൈഫ് വേണം എന്നൊക്കെ പറയുമ്പം ഞാൻ മാതൃകയാക്കുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയം വീഥി പോലുള്ള ഒരു വീഥിയല്ല എൻ്റെ മനസ്സിലുള്ളത്. കുറേയും കൂടെ സജീവമായ, അതിൻ്റെ ഓരങ്ങളിൽ ധാരാളം ഭക്ഷണശാലകളുള്ള, അവിടെയൊക്കെ കുടുംബസമേത ആളുകൾ വന്ന് നിറഞ്ഞിരിക്കുന്ന, ഒരു സാമൂഹ്യ വിരുദ്ധനും വന്ന് അവിടെ തോന്നിയാസം കാണിക്കാൻ പറ്റാത്തത്ര നല്ല മനുഷ്യർ നിറഞ്ഞ തെരുവുകളായി മാറിയ മാനവീയം വീഥികളാണ് നമുക്ക് വേണ്ടത്. മയക്കുമരുന്ന് അടിമകളുടെ ഒരു മാനവീയം വീഥിയല്ല എൻ്റെ മനസ്സിലുള്ളത്. ഇത്തരത്തിൽ കുടുംബസമേതം ആളുകൾ ആഘോഷിക്കാൻ
പോസിറ്റീവായ ചിന്തകളുമായി വരുന്ന പല പ്രായക്കാരായ ആളുകളെത്തി കുടുംബസമേതം ആഘോഷത്തിന് വരുന്ന തെരുവുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊന്നും ഒരു അധോലോക പ്രവർത്തനവും നടക്കില്ലെന്ന്. ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊന്നും ഒരു അധാർമികതയും നടക്കില്ലെന്ന്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും ഉദാത്തമായ ഒരു ആസ്വാദനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് നടന്ന് വീണ്ടും ഒരു ഇടത്തെരുവിലേക്ക് നടക്കുമ്പോൾ ആ തെരുവിൽ നിന്ന് നല്ല മണമാണ്. ഈ മണമെന്ന് പറഞ്ഞാൽ മാംസം ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മണമാണ്, നമ്മളെ വശീകരിക്കുന്നൊരു മണം. ഇത് ആ സ്ക്വയറിലേക്ക് പരക്കാൻ വേണ്ടി ഇവർ അങ്ങോട്ട് ഫാൻ അടിച്ച് വെച്ചിരിക്കുകയാണ് ഈ പുക. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ആ സ്ട്രീറ്റ് മുഴുവൻ ഗ്രിൽഡ് ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റുകൾ നിറഞ്ഞ സ്ട്രീറ്റാണ്. അവിടെ പലതരം മാംസങ്ങളുണ്ട്. ആടിൻ്റെ മാംസമുണ്ട്, ബീഫുണ്ട്, കാളക്കുട്ടിയുടെ ഇറച്ചിയുണ്ട്, ഇങ്ങനെ പലതരം മാംസങ്ങൾ, വളരെ ടെൻഡറായ മാംസം. ഇത് ഗ്രില്ല് ചെയ്യുകയാണ്. ഗ്രില്ല് ചെയ്ത് വളരെ ആചാരപരമായിട്ട് വഴിയോരത്തോ റെസ്റ്റോറൻറ്റിനകത്തോ ഇരുന്ന് കഴിക്കാവുന്ന പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. നല്ല വിരിവിരിച്ച മേശകൾ, കട്ട്ലറികൾ, പ്ലേറ്റൊക്കെ നിരത്തി വെച്ച് ടൂറിസ്റ്റുകളെ കാത്തിരിക്കുകയാണ്. ഇത് മുറ്റത്തുമുണ്ട്, ഈ വഴിയോരത്തുമുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു മറയിട്ടിട്ടുണ്ട്, ആളുകൾക്ക് ഇരിക്കാം. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യണം, അത്ര തിരക്കാണ്. എത്രയോ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെയാണ്. അതിനകത്ത് സീ ഫുഡും കിട്ടും. ഒരാൾക്ക് ഒരു പ്ലേറ്റ് ഇത്തരത്തിലുള്ള ഗ്രിൽഡ് ഫുഡിന് ശരാശരി വില 1500 രൂപയാണ്. ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ 1500 രൂപ കൊടുക്കണം. പക്ഷേ എങ്കിലും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് 1500 രൂപ എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത്ര വലിയ കൂടുതലല്ല. ഞാൻ വീണ്ടും കുറച്ചുകൂടെ നടക്കുമ്പോഴത്തേക്കും ഈ ഓൾഡ് ടൗൺ അങ്ങ് അവസാനിക്കുകയാണ്. നമ്മൾ മിലിയാക്ക നദിയുടെ തീരത്തെത്തുന്നു. അവിടെ വിശാലമായൊരു സ്ക്വയറാണ്. അവിടെ നിന്ന് മനോഹരമായൊരു പാലം നദിയെ കുറുകെ കടന്ന് മലഞ്ചെരിവിലേക്ക് പോവുകയാണ്. ഈ പാലത്തിൻ്റെ 2 കൈവരികളിലും പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടികളാണ്. പശ്ചാത്തലത്തിൽ മലനിരകൾ, അതിൻ്റെ താഴെക്കൂടെ ഈ നദി ഒഴുകുന്നു. നദിക്ക് കുറുകെയുള്ള ഈ പാലത്തിൻ്റെ കൈവരികളിൽ മുഴുവൻ പൂക്കളിങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ വശങ്ങളിൽ പൗരാണിക ഭാവത്തോടെ ആ പൗരാണിക ശൈലിയിൽ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ. എത്ര മനോഹരമായ ഒരു എസ്തെറ്റിക് സെൻസാണത്. നമ്മൾ എത്ര അഭിമാനത്തോടെയാണ് സംസ്കാര സമ്പന്നരെന്നും പ്രബുദ്ധരെന്നും ഒക്കെ നമ്മളെ തന്നെ വിളിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇത്ര മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത്ര സുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല. ഇത്ര കലാബോധം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിമനോഹരമായൊരു പാലത്തെ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത്തരം പൂച്ചെടികളുമായി നമ്മുടെ പാലങ്ങൾ ഏതെങ്കിലും ഒന്ന് നവീകരിച്ചാൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ ഈ ചെടിച്ചട്ടിയോടെ എതിർത്തുണ്ടെങ്കിൽ കായലിലിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് അതിൽ നടന്നു പോകുന്നവരെല്ലാം ഈ പൂച്ചെടികളിൽ നിന്ന് ഈ പൂക്കളെല്ലാം നുള്ളി അതിനെ മുഴുവൻ നഗ്നമാക്കിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ 2-3 ദിവസം കൊണ്ട് അതാകെ നശിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പൂത്തൊലഞ്ഞ പൂച്ചെടികളുമായിട്ട് നിൽക്കുന്ന ഈ പാലത്തിൻ്റെ കൈവരികളിൽ ഒരു മനുഷ്യൻ തൊടുന്നില്ല. അതിന് മുമ്പ് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാണുന്നു, ആസ്വദിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയവർ മാത്രമല്ല, ഇതിനെ സംരക്ഷിക്കുന്ന പൊതുജനവും കൂടെ സംസ്കാര സമ്പന്നരാകുമ്പോഴാണ് ഒരു നാട് സാംസ്കാരികമായി ഉയർന്നു എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആ നിലയിലേക്ക് എത്താൻ എത്രയോ പതിറ്റാണ്ടുകളുടെ കഴിഞ്ഞാലാണെന്ന് ഞാൻ അവിടെ നിന്ന് നിരാശയോടെ ചിന്തിച്ചു. എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരികയാണ്. ഇനി തിരിച്ച് നടക്കണം. ഞാൻ കുറേ റെസ്റ്റോറൻറ്റുകൾ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു നല്ല സ്ട്രീറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് തിരിച്ച് നടന്നു. തിരിച്ചു പോകുമ്പം ചില ഇടത്തെരുവുകളുണ്ട്. ഈ ഇടത്തെരുവുകളിലേക്കൊന്ന് ഞാൻ പാളി നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. അവിടെ ആളുകൾ, ചെറുപ്പക്കാരിങ്ങനെ ആ സ്ട്രീറ്റിൻ്റെ 2 വശത്തുള്ള കടകളുടെ തിണ്ണകളിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കടത്തിണ്ണ പോലെയാണ്, പക്ഷേ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കാനുള്ള കുഷിനൊക്കെ ഇട്ട തിണ്ണകളാണ്. ആ തിണ്ണയിൽ ഇവരെല്ലാം ഇരിക്കുന്നത് കയ്യിൽ ഓരോ ഹുക്കയുടെ കുഴലുമായിട്ടാണ്. ഹുക്ക വലിക്കുന്നവരുടെ തെരുവാണത്. നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ നിരന്നിരുന്ന് ഹുക്ക വലിക്കുന്നു, കാപ്പി കുടിക്കുന്നു, കഥ പറയുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, സൗഹാർദ്ദം പങ്കുവയ്ക്കുന്നു. അവരുടെ കൂട്ടായ്മകൾ, പുതിയ മുന്നേറ്റങ്ങളുടെ കഥകൾ പറയുന്നു. അവർ വായിച്ച പുതിയ പുസ്തകത്തെക്കുറിച്ച്, കണ്ട സിനിമയെക്കുറിച്ച്, കേട്ട പാട്ടിനെക്കുറിച്ച്, നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ചെറുപ്പക്കാരുടെയും മധ്യവയസ്കരുടെയും ഒക്കെ ആയ സംഘങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു സ്ട്രീറ്റ്. ഇങ്ങനെ 2-3 സ്ട്രീറ്റുകൾ അവിടെ കണ്ടു. നിരവധി റെസ്റ്റോറൻറ്റുകളുടെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനകത്തുനിന്ന് പാട്ട്, വാദ്യോപകരണങ്ങളുടെ ശബ്ദം. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അകത്ത് നൃത്തം നടക്കുകയാണ്, ഒരു സംഘനൃത്തം. അതിന് തീരുമാനിച്ചു, എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കളയാം. ഇന്ന് സംഗീതം ഫ്രീ അല്ലേ, നൃത്തം ഫ്രീ അല്ലേ. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അകത്ത് ചെന്ന് ഇത് ഷൂട്ട് ചെയ്തെടുത്തു. കുറേ നേരം ആ സംഗീതം, ആ നൃത്തം ആസ്വദിച്ചു. കുറച്ച് സന്ദർശകർ ഈ കൂടെ നൃത്തത്തിനൊപ്പം ചേർന്നു. അതും കണ്ടുകൊണ്ട്, ആ പാട്ടും കേട്ടുകൊണ്ട് ഞാൻ ആ തിണ്ണയിലിരുന്ന് ഇവരുടെ തനത് ഭക്ഷണമായ ചെവാപ്പി കഴിച്ചു. ചെവാപ്പി എന്ന് പറഞ്ഞാൽ ഇറച്ചി അരച്ചുരുട്ടി എടുത്ത് ഗ്രില്ല് ചെയ്തെടുത്തത് ഒരുതരം കുബൂസിനകത്ത് വെച്ച് തരുന്ന ഒരു വിഭവമാണ് ചെവാപ്പി. രസകരമായ തനത് ഭക്ഷണമാണ്. അതും കഴിച്ച് ഈ നൃത്തവും കണ്ട് ഈ സംഗീതവും ആസ്വദിച്ച് ആ സായന്ത്രം ഞാൻ അവിസ്മരണീയമാക്കി.
ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.